ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയന, ആദർശ്, ഗോവിന്ദൻ, അതുപോലെ കനക, നന്ദു ഒക്കെ തന്നെയാണ്. അങ്ങനെ സഹി കെട്ടിട്ടാണ് നയന ആ ഒരു സത്യം വെളിപ്പെടുത്താൻ പോകുന്നത്. വെളിപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗോവിന്ദനോടും കനകയോടും പറഞ്ഞു. ഇനി എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു പോകരുത്, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയാണെന്നും ഒക്കെ ഞാൻ മറക്കുമെന്ന്. ഇത് കേട്ട ഉടനെ കനകയും തിരിച്ചു തർക്കിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദേ, ഓരോ തെറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നവനെ മാലയിട്ട് സ്വീകരിക്കണം എന്നാണോ നീ പറയുന്നത്? മാലയിട്ടൊന്ന് സ്വീകരിക്കണ്ട, തെറ്റ് ചെയ്തവനെ, അത് അത് തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവനെ ശിക്ഷിക്കണം. പക്ഷെ തെറ്റ് ചെയ്യാത്തവരുടെ മേലിൽ മെക്കിട്ട് കയറുന്നതേ അതത്രയ്ക്ക് നല്ല നടപടിയൊന്നും അല്ല, അതത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. അതുകൊണ്ട് സഹി കിട്ടു. ഞാൻ പറയുക ഈ ഒരു സത്യം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചന്തുമോള് ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന്. ചന്തുമോള് ആദർശേട്ടന്റെ കുഞ്ഞല്ല. ഇത് കേട്ടതും അടുത്ത നുണയുമായിട്ടാണോ നീ ഇറങ്ങിയിരിക്കുന്നത്? ഞാനും ആദർശേട്ടനും നുണ പറയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. നീയും ആദർശേട്ടനും നുണ പറയില്ല. പക്ഷെ ഇത് സത്യമാണോ എന്നറിയാനേ വല്ല തെളിവും കയ്യിലുണ്ടോ? ഇല്ലാതെ ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കത്തില്ല. ഞങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് എൻ്റെ മോള് വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ഞാനും നിന്റെ അച്ഛനും ഒക്കെ വിഷമിക്കുന്നത് കാണാൻ നിനക്ക് താല്പര്യമില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ അങ്ങനെയല്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ സ്നേഹിച്ചിരുന്നു. അതിനേക്കാൾ ഒരു പടിയല്ല, 3-4 പടി മുകളിലായിട്ടാ ഞാൻ എൻ്റെ ആദർശേട്ടനെ സ്നേഹിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ആദർശേട്ടനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ആ ആദർശേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടു നിൽക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും കള്ളത്തരം പറഞ്ഞ് ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യം നയനയ്ക്കോ ആദർശനോ ഇല്ല. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? മൂർത്തി മുത്തശ്ശൻ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശിക്ഷ കൊടുക്കുന്ന മൂർത്തി മുത്തശ്ശൻ, അനന്തപുരി തറവാട്ടിലെ മൂർത്തി സാറ്. ആ സാറ് ഈ നിൽക്കുന്ന ആദർശേട്ടനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുമോനാണെങ്കിലും അറിയാലോ, തെറ്റ് കണ്ടാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് മുത്തശ്ശൻ നിൽക്കുന്നത്. ആ മുത്തശ്ശൻ എൻ്റെ ആദർശേട്ടനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദർശേട്ടനോട് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും ഒരു തരി പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചന്തുമോളെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാണ്ട് പോയി. അതാണ് പറ്റിപ്പോയത്. അല്ല, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ പോരെ? അങ്ങനെയുള്ള ഒരു ആദർശേട്ടനെ വീണ്ടും മുത്തച്ഛൻ MT സീറ്റിൽ ഇരുത്തുവോ? മാത്രമല്ല അനന്തപുരി തറവാട്ടിന്റെ പടി കയറ്റുവോ? ഇത് കേട്ടതും അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ എൻ്റെ പൊന്നു നയനെ. കുറെ നാളായിട്ട് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ. നിന്റെ മനസ്സിലും ആദർശന്റെ മനസ്സിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ. നിങ്ങളിപ്പം വാഴ്ത്തി പാടുന്നുണ്ടല്ലോ, മാലയിട്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ മൂത്ത മകളുടെ മരുമകനെ. ആ മരുമകൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. ഇത് കേട്ട ഉടനെ തന്നെ എന്താ എന്താ നീ പറയുന്നത്? വെറുതെ ചുമ്മാ ചുമ്മാ മനുഷ്യനെ പറ്റിക്കരുത് കേട്ടോ. ഞാൻ എന്തിനാ പറ്റിക്കുന്നത്? എനിക്ക് ആരെയും പറ്റിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്കറിയാം ഇത് നിങ്ങൾ വിശ്വസിക്കില്ല എന്ന്. ഇത് ഞാൻ വിശ്വസിച്ചു. എങ്ങനെയാണെന്നറിയാമോ ഞാൻ വിശ്വസിച്ചത്? അത് എനിക്ക് എൻ്റെ ആദർശേട്ടന് വിശ്വാസം ഉള്ളത് കൊണ്ട്. അന്ന് ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും അഭിയും ഒക്കെ ആ വീട്ടിൽ പോയപ്പോൾ ആദർശേട്ടന്റെ ഫോട്ടോ കണ്ടു എന്നൊക്കെയല്ലേ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ വിശ്വസിച്ചത്. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ആദർശേട്ടന്റെ അമ്മ വരെ വിശ്വസിച്ചു, എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. കാരണം എൻ്റെ ആദർശേട്ടൻ എങ്ങനെയുള്ളവനാണെന്നും എൻ്റെ ആദർശേട്ടൻ ഒരു പെണ്ണിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ആദർശേട്ടന്റെ വായിൽ നിന്ന് തന്നെ വീഴണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ നടപ്പിലാക്കി. മാത്രമല്ല, എനിക്ക് അന്ന് മുതലേ അഭിയെ സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിയുടെ ചന്തുമോളുടെ മുടിയും ആദർശേട്ടന്റെ മുടിയും ഒക്കെ ഞാൻ കളക്ട് ചെയ്ത്, അറിയാമോ, കിരണേട്ടന്റെ ഒരു ഫ്രണ്ട് ഫോറൻസിക് ലാബിൽ ഉണ്ടായിരുന്നു. ആ ലാബിൽ ആ മുടി കയറ്റി അയച്ചു. അങ്ങനെ DNA ടെസ്റ്റ് നടത്തി. അങ്ങനെ റിസൾട്ട് വന്നു. അതില് ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞു. ഇത് കേട്ടത് ഒന്നും കൂടി ഒന്ന് ഷോക്കായി പോയിട്ടോ നമ്മുടെ ഗോവിന്ദൻ. അയ്യോ, ഞങ്ങളപ്പം ഇത്രയും നാള് തെറ്റിദ്ധരിച്ചതായിരുന്നോ? ആ ദുഷ്ടൻ ഞങ്ങളെയൊക്കെ പറ്റിച്ചതായിരുന്നോ? അവൻ പറ്റിച്ചത് തന്നെയാ. അവൻ വെറും ദുഷ്ടൻ മാത്രമല്ല, അവൻ ഭൂലോക ഫ്രോഡ്. ഈ ആദർശേട്ടൻ ഇതൊക്കെ ഏറ്റെടുത്തത് എന്തിനാണെന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ? നിങ്ങളുടെ മൂത്ത മകളുടെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടി. അറിയാലോ,
നവ്യേച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അബിയെ ഉപേക്ഷിക്കും. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ആദർശേട്ടൻ ഇതൊക്കെ ഏറ്റെടുത്തത്, ഈ ത്യാഗം ചെയ്തത്. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, ആ വൃത്തികെട്ടവന്റെ കൂടെ താമസിക്കുന്നതിനേക്കാൾ ഭേദം ആ വൃത്തികെട്ടവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ഇങ്ങ് പോരുന്നതല്ലേ ചേച്ചി. പിന്നെ എന്തിനാ നവ്യേച്ചിനെ അവിടെ കടിച്ചു പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അതിന്റെ കാര്യമില്ല. സത്യങ്ങളൊക്കെ നവ്യേച്ചിയോട് തുറന്നു പറയണം. ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ജീവിക്കുന്നത് എന്തിനാ? പട്ടിയെ പോലെ നടക്കുന്ന ഈ പട്ടീനെ, പുഴുത്ത പട്ടിയെ എന്താ ചെയ്യേണ്ടത്? അവനെ കൊന്നു കളയണം. അല്ലെങ്കിലേ അവനെ എന്റെ കൈ കിട്ടട്ടെ. എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കേസില് അവനെ എന്റെ കൈ കിട്ടും. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും എനിക്ക് അന്നേ ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നില് അഭിയാണോ എന്ന്. പിന്നെ അതൊക്കെ തെളിയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാന്ന് ഓർത്ത് തന്നെയാ ഞാനും ഇരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ, എങ്കിലും ഞാനിത് അറിയാതെ പോയല്ലോ. മോളെ, നീ എന്താ മോളെ ഇത് നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത്? അത് പിന്നെ അച്ഛനും അമ്മയ്ക്കും വിഷമമാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. വിഷമമാകാനോ? അഭി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ വിഷമിക്കില്ല. കാരണം എന്താ, അവൻ ഇതിലേറെ തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെയാണോ ആദർശ് മോൻ? തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന്. ഇതുവരെ നേരിന് നിരക്കാത്തതും ചെയ്തിട്ടില്ല. അപ്പോൾ ആദർശ് ഇത് ചെയ്തെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഷോക്ക്, ഞങ്ങൾക്കുണ്ടായ ആ മാനസികാവസ്ഥ, അത് മൂക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അറിയാം, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന്. ആദർശേട്ടനിൽ നിന്ന് ആരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ എൻ്റെ നവ്യേച്ചിയുടെ ജീവിതം തകർക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല, ചന്തുമോൾ ഇപ്പം ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ് തന്നെയാണ്. അവളെ ഞങ്ങൾ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ കുഞ്ഞായിട്ട്, ആദർശേട്ടൻ്റെ കുഞ്ഞായിട്ട്. പാവം, ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ഇനി അഭിയങ്ങാണം ഞങ്ങൾ ഇത് അറിഞ്ഞുവെന്നറിഞ്ഞ ഫസ്റ്റ് ആ കുഞ്ഞിനെ ആയിരിക്കും അവൻ കൊല്ലാൻ പോകുന്നത്. പിന്നെ ഒരെണ്ണം ചത്ത് ശവമായിട്ട് അവിടെ കിടപ്പുണ്ടല്ലോ, അനഘ. ആ അനഘയെ കൊല്ലാതെ കൊല്ലും. അതുകൊണ്ടാണ് ഇത് ചെവി അറിയാതെ ഞങ്ങൾ മൂടി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാനല്ല, അഭിയെ അവിടെ നിലനിർത്തിപ്പിക്കാനുമല്ല. ഈ സത്യങ്ങളെല്ലാം മുത്തശ്ശൻ അറിയാം. മുത്തശ്ശനോട് ഞങ്ങൾ പറഞ്ഞു, മുത്തശ്ശൻ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ മതി. ഒരിക്കലും അഭിയുടെ കുഞ്ഞായിട്ട് ചന്തുമോള് വളരരുത്. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഭാവി പോകുമെന്ന്. പിന്നെ എന്തിനാ ആ കുഞ്ഞിനെ വെറുതെ നമ്മൾ തീയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? വാ പൊളിച്ചിരിക്കുന്ന അഭിയുടെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ ഉറപ്പായും ആ കുഞ്ഞിനെ കൊല്ലും. ആ അവന്റെ കുഞ്ഞാണെന്നുള്ള ചിന്ത പോലുമില്ല. ഇപ്പൊ നാഴേക്ക് 40 വട്ടം അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ് നടപ്പുണ്ടല്ലോ. അതൊക്കെ വെറുതെ അവന്റെ അഭിനയമാ. നവ്യേച്ചിയോടോ ആ കുഞ്ഞിനോടോ ഒന്നും അവനൊരിറ്റ് സ്നേഹമില്ല. അവൻ സ്നേഹിക്കുന്നത് അവനെ മാത്രമാണ്. അവൻ സ്നേഹിക്കുന്നത് അവനെയും അനന്തപുരി തറവാട്ടിലെ സ്വത്തിനെയുമാണ്. പിന്നെ ഏതോ ഒരു സമയത്ത് പറ്റിപ്പോയ ഒരബദ്ധം. അപ്പൊ ആദർശ് പറഞ്ഞു, അതെ, ഏതോ ഒരു സമയത്ത് എൻ്റെ മുത്തച്ഛന് പറ്റിപ്പോയ ഒരബദ്ധം. അവനും അവൻ്റെ അമ്മയും ഒക്കെ അവൻ്റെ അമ്മയെ ദത്തെടുത്ത് വളർത്തി. അത് ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് മുത്തച്ഛന് പിന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്, വളർത്തിപ്പോയില്ലേ, വിട്ടെറിഞ്ഞ് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ആ വീട്ടില് ജലജ എന്ന് പറയുന്ന ആ സ്ത്രീയും അതുപോലെ അഭിയും വളർന്നു വന്നത് ഒരു വിഷവിത്തായിട്ട് ഇത്രയുമായിട്ട് മാറിയത്. ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും തെരുവോരത്ത് തെണ്ടി നടന്നേനെ. സാരമില്ല, പോട്ടെ. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു വിഷമമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഉള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. മോനെ, ഞങ്ങൾക്ക് മാപ്പ് താ മോനെ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു. അയ്യോ, മോൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അയ്യോ ഞാൻ എന്ത് മഹാപാവമാണ് ചെയ്തത്. അതൊന്നും സാരമില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ വയറ് നിറച്ച് കഴിച്ചു. തെറ്റ് ചെയ്തെങ്കിൽ പോരെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനും നയനയും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. സാരമില്ല, ഞാൻ പോട്ടെ. അല്ല നയനെ, ഞാൻ പോവാണ് കേട്ടോ. നാളെ ഞാൻ നിന്നെ കൊണ്ടുവരാൻ വരാട്ടോ. ഞാനിവിടെ നിന്നോളാം ആദർശേട്ടാ. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിൽക്കട്ടെ. എനിക്ക് അമ്മയോടും അച്ഛനോടും ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആദർശ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പം ദേവയാനി കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. മോളെ ദേ നയനാമ്മ ഇപ്പോൾ വരും കേട്ടോ. അതേ, നയനാമ്മയെ കാണാനേ ചന്തുമോക്ക് കൊതിയാവുക. നയനാമ്മ എന്താ എന്നെയും കൂടെ കൊണ്ടുപോകാത്തത്? അത് പിന്നെ മോളെ കൊണ്ടുപോകാത്തത്, അത് ഈ കുട്ടിയോട് ഞാൻ എന്താ ഈശ്വര പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ കുട്ടിയോട് പറയാൻ പറ്റുമോ ഇവളെ അവിടെയുള്ളവർക്ക് ഇഷ്ടമല്ല എന്ന്? അത് പിന്നെ മോളെ കൊണ്ടുപോകാത്തത് വേറൊന്നും അല്ല കേട്ടോ. ഒരു ദിവസം മോളെ കൊണ്ടുപോകും. മാത്രമല്ല, അല്ലെങ്കിൽ മോളെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം. മോക്കിപ്പോൾ പുറത്ത് പോകണോ? വേണ്ട, ഇപ്പം എനിക്ക് പുറത്തൊന്നും പോകണ്ട. എനിക്ക് എൻ്റെ നയനാമ്മയെ കണ്ടാൽ മതി. അപ്പോഴേക്കും പെട്ടെന്ന് ഒരു വണ്ടി വന്ന് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ആദർശാണ് കേട്ടോ. അങ്ങനെ ആദർശ് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇറങ്ങി വന്നതും, അയ്യോ എൻ്റെ നയനാമ്മ ഈ കൂട്ടത്തിൽ ഇല്ലല്ലോ, ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനിയും ചന്തുമോളും അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കുകയാണ്, അല്ല നയനി എന്ത് ചെയ്യും മോനെ? അത് പിന്നെ നയന ഇന്നൊരു ദിവസത്തേക്ക് അവിടെ നിന്നു, നാളെ വരാമെന്ന് പറഞ്ഞു. ചന്തുമോളെ വേണമെങ്കിലും ഇനി അവിടെ നിർത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതെന്താ?
അത് പിന്നെ സത്യങ്ങളൊക്കെ നയന എല്ലാവരോടും തുറന്നു പറഞ്ഞു. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. അതെന്തു പറ്റി മോനെ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം? അവിടെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്നെ അവർ അവഗണിക്കുന്നത് കണ്ടാൽ നയനയ്ക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. ആ അത് ശരിയാ, ഒരിക്കലും നയനമോൾക്ക് മോനെ അവഗണിക്കുന്നത് കണ്ടാൽ സഹിക്കില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നത്. നല്ല കാര്യം മോനെ, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് നല്ലത് തന്നെയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദാവനാണ് കേട്ടോ. അപ്പൊ അവിടെ നയനിയും ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദുവും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ നന്ദു പറയാ, അവൻ എന്തൊരു അഭിനയമായിരുന്നു, അവന്റെ അഭിനയം സഹിക്കാൻ കഴിയാത്തത്. അത് ശരിയാ മോള് പറയുന്നത്, അവന് എത്ര നന്നായിട്ടാ അഭിനയിക്കുന്നത്. അവന്റെ അഭിനയം ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, അതെവിടം വരെ പോകുന്നെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് നയന. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, അവന്റെ അമ്മയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, ഇതുവരെ സത്യങ്ങളൊന്നും അറിയത്തില്ല. അതറിയാതെയാ അവരും ഇളയമ്മയും അനാമികയും ഒക്കെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു. അത് നിരന്തരമായി നവ്യച്ചയുടെ സമ്മർദ്ദം കൊണ്ടാ. അതിനുശേഷം അവനെ നിയന്ത്രിക്കാൻ ഒരു മാനേജറിനെ വെച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കാരണവശാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇവരെ പോലെ ഒരുത്തിനെ ഇരുത്തരുത്. അത് ആദർശേട്ടനും മുത്തച്ഛനും ഒക്കെ അറിയാച്ച. അതുകൊണ്ട് അവന് ഒരുപാട് കയറൂരി വിടത്തൊന്നുമില്ല. എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചന്തുമോൾ സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം. പാവം ആ കുഞ്ഞിന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. അനന്തപുരിയിലെ പയ്യനെ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് അവിടെയുള്ള എല്ലാവരും പിഴ കൊടുക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് എല്ലാവരും. ഇത് കേട്ട് നമ്മുടെ നന്ദു പറഞ്ഞു, ഏതെങ്കിലും ഒരു കേസിലകപ്പെട്ടവനെ എൻ്റെ കൈ കിട്ടിയാലും ഞാൻ പറഞ്ഞല്ലോ, ഇട്ടിച്ചവൻ്റെ എല്ലൂരും അവനെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും, നോക്കിക്കും, അവൻ്റെ അന്ത്യമായിരിക്കും വന്ന്. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും പറയാതെ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനെയാണ് കേട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും ആദർശ് ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ കളിച്ച് കുത്തിപ്പറക്കി നടക്കുകയാണ് കേട്ടോ. ഫോണിൽ എന്തൊക്കെ കാര്യം ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി വന്ന് ആദർശിനെ പുച്ഛത്തോട് ഒരു നോട്ടമൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പം, ഏടത്തി വന്നില്ലേ, ഏട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നോ? അല്ല അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, വേറൊന്നും അല്ല. അല്ല ഏടത്തിനെ അവിടെ നിർത്തിയിരിക്കുകയായിരിക്കും, ഏട്ടനെ വെള്ളം പൂശാനായിട്ടല്ലേ? ഓ അതായിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ലടാ അഭി. ഞാനേ എൻ്റെ ഇമേജ് നന്നാക്കാനായിട്ട് ആരെയും ചുമതലപ്പെടുത്താറില്ല. അത് നന്നാക്കാൻ എനിക്കറിയാം. എന്നെ ആരും നല്ലവനെന്ന് വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. അല്ല അമ്മായിയച്ഛനും അമ്മായിയമ്മയൊക്കെ നേരത്തെ ഏട്ടനെ ഈ കൈവെള്ളയിലായിരുന്നല്ലോ കൊണ്ട് നടന്നിരുന്നത്. ഇപ്പം അവർക്ക് ആ കൈ കൊണ്ട് തന്നെ ഏട്ടൻ്റെ കാരണത്ത് ഒന്ന് തരണമെന്ന് ഉണ്ടല്ലേ? അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ എനിക്കതാ മനസ്സിലായത്. എനിക്കുണ്ട് നിന്റെ കാരണക്കുറ്റിക്കിട്ടൊന്ന് തരണമെന്ന്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ വരുമോ? നവ്യ വന്നിട്ട്, എന്താ ആദർശേട്ടൻ അങ്ങനെ പറയുന്നത്? എന്തിനാ ആദർശേട്ടൻ എൻ്റെ അഭീനെ തല്ലുന്നത്? ഇവൻ അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അഭീനെ തല്ലാൻ മാത്രം? തെറ്റും ശരിയും അളക്കേണ്ട സമയമല്ല ഇത്. അതുകൊണ്ട് മിണ്ടാതിരുന്നോ നീ അവിടെ. അപ്പോഴത്തേക്ക് അഭി പറഞ്ഞു, എൻ്റെ ഏട്ടൻ ഇപ്പം നാണം കെട്ട് നടക്കുകയല്ലേ, വിളറി വെളുത്ത്. ഇനി ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലേ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ ഇങ്ങേർക്ക് പറ്റത്തില്ല, അത് ഉറപ്പായ കാര്യമല്ലേ. അതുകൊണ്ട് ഏടത്തി അവിടെ നിർത്തിയിരിക്കുക, അച്ഛനെയും അമ്മയെയൊക്കെ ഒന്ന് മയപ്പെടുത്തി സോപ്പിട്ടെടുക്കാൻ. അതെ അവിടെ വേറൊരാളുണ്ട്, നന്ദു. അവളിപ്പം SI. അവൾ ഒരിക്കലും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ചന്തുമോളുടെ പേര് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചിട്ടുമില്ല. നിനക്കറിയാലോ. അല്ലെങ്കിലും നയനേടത്തി എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കൂട്ടത്തിലാണല്ലോ അവള്. ഏടത്തി പറഞ്ഞു കാണും ഏട്ടൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് അത് വിശ്വസിച്ച് ഇരിക്കുമായിരിക്കും. അപ്പൊ നവ്യ പറഞ്ഞു, ആരങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റുണ്ടല്ലോ, അത് ഈ ജന്മം നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല ആദർശേട്ടാ. അത് ആദർശേട്ടൻ മനസ്സിൽ എഴുതി വെച്ചോ. ഇതും കേട്ടിട്ട് ആദർശിന്റെ പിടി പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് ടപ്പേന്ന് പറഞ്ഞ് ഞാൻ വരും കേട്ടോ. നമ്മുടെ അലീനയുടെ കഥയാണ് റിയൽ സ്റ്റോറിക്കകത്താണ് കേട്ടോ. റിയൽ സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാം. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.